MLA ജയിൽ മോചിതനായിരിക്കുന്നു. ദേ പോയി ദാ വന്നുള്ള രീതിയിലാണെങ്കിലും അൻവറേട്ടൻ ഇപ്പോ മുറിവേറ്റ സിംഗത്തെ പോലെയാണ്. ഇനി അങ്ങോട്ട് അണിയറയിൽ പ്ലാൻ A തൊട്ട് പ്ലാൻ Z വരെയുണ്ട് മക്കളെ. കൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് തിരുമ്പി വന്നിട്ട് എന്ന് സൊൽ. വീട് വളഞ്ഞ് പിടിച്ചോണ്ടോയി അൻവറേട്ടൻ മണിക്കൂറുകൾക്കകം ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. ഇനി മുന്നും പിന്നെ നോക്കാനില്ല ഗൈസ്, ഇനി അങ്ങോട്ടൊരു പോക്കായിരിക്കും. UDF നേതാക്കന്മാരായ പണക്കടി തങ്ങളും ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബും, കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. നോക്കും ഒരു കൂട്ടരെ നോക്കും. ആര്യ UDFനെ, പിന്നല്ലാണ്ട് അൻവറേട്ടന് ഒരു ആവശ്യം വന്നപ്പോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മത്സരിക്കായിരുന്നില്ല അവര്. അതൊരു തെറ്റായ നടപടിയാണ്. ഒരു കേസെടുത്താൽ MLA നോട്ടീസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവും. അതിൽ 10-100ലധികം പോലീസുമായിട്ട് രാത്രി ചെന്ന് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും അവിടെ നിലവിലില്ല. ജയിലിൽ നിന്ന് ഇറങ്ങിയതും അൻവറേട്ടനെ സപ്പോർട്ട് ചെയ്തവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് മൂപ്പർക്ക് കിട്ടി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നറിഞ്ഞതും കണ്ണു തെറഞ്ഞു പോയില്ലേ അൻവറേട്ടന്റെ. അതോടെ ആ ജയിലിന്റെ പടിക്കൽ വെച്ച് മൂപ്പര തീരുമാനം എടുത്തു. ഇനിയുള്ള വഴിയിൽ PV അൻവർ ഒറ്റയ്ക്കായിരിക്കില്ല. ബാക്കിയുള്ള ജീവിതം UDFനൊപ്പം പങ്കുവെക്കാനാണ് അൻവറേട്ടന്റെ തീരുമാനം. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും, ഇതിനെതിരെ UDFുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എന്റെ പിന്തുണ. അല്ല അൻവറേട്ടാ, എന്നെ വേണമെങ്കിൽ UDFിലേക്ക് എടുത്തോട്ടാന്ന് ഇപ്പൊ പറഞ്ഞിട്ട് എന്നിട്ട് കാര്യം. നിങ്ങൾ അവർക്കെതിരെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? LDFിൽ ഉണ്ടായിരുന്നപ്പോ പറഞ്ഞത് പോട്ടെ, ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ എന്താ പറഞ്ഞത്? അവരുടെ സ്ഥാനാർത്ഥിനെ പിൻവലിക്കാൻ വരെ പറഞ്ഞില്ലേ? അതൊക്കെ സതീശേട്ടന്റെ കണ്ണിൽ കരടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ആര് രമ്യ ഹരിദാസിനെ മാറ്റാനാ? അതിനാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. തമാശ പറയില്ലെന്ന് പറയണം. ഇവിടെ ഞാൻ പറയാണ്, അൻവർ തമാശ പറയരുതെന്ന് പറഞ്ഞു. തമാശ വേണ്ട. അയ്യോ സതീശേട്ടാ, ഇപ്പൊ അൻവറേട്ടൻ ഇങ്ങനെയല്ല. ഒരു അറസ്റ്റും ഒരു ജാമ്യമൊക്കെ കഴിഞ്ഞപ്പോ അൻവറേട്ടൻ ആളാകെ മാറിപ്പോയി. ഇനി നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളിൽ ഒരാളായി ജീവിക്കണം എന്നാണ് അൻവറേട്ടന്റെ ആഗ്രഹം. രാഷ്ട്രീയത്തിലെ അഭിപ്രായങ്ങളും നിലപാടുകളും അത് ഇരുമ്പൊലൊക്കെ പോലെ എങ്ങനെയൊന്നും നിൽക്കില്ല. പൊതുസമൂഹം ഒന്നടങ്കം ഒരു വിഷയത്തെ നേരിടുമ്പോൾ, പ്രതിസന്ധിയെ നേരിടുമ്പോൾ, ഞാൻ പണ്ടത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വടിയും പിടിച്ചല്ല നിൽക്കേണ്ടത്. അത്തരത്തിലുള്ള ആളുകളെ കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്നിട്ട് ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടുക എന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തം. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അൻവറേട്ടൻ ചങ്ക് തുറന്ന് കാണിച്ചിട്ടും നമ്മുടെ കോൺഗ്രസ് നേതാക്കൾക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അൻവറേട്ടന്റെ കാര്യമായോണ്ട് എപ്പോഴാ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക, എപ്പോഴാ സ്വന്തം പാളയത്തേക്ക് പാര പണിയാ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് UDF നേതാക്കൾക്ക് മൊത്തത്തിലൊരു ഭയപ്പാടാണ്. ഞാൻ ചേലക്കര തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അതൊക്കെ ആ നിലപാടൊന്നും ഒരിക്കലും കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിനോ UDFനോ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലപാടല്ല. അയ്യോ, അൻവറേട്ടൻ അതൊക്കെ എപ്പോഴേ മറന്നു. ഇനി PV അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് നിങ്ങൾ എല്ലാരും കൂടെ മൂളി തന്നാ മതി. എപ്പോഴേ അൻവറേട്ടൻ പറഞ്ഞെത്തും. അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്തായാലും UDFനോട് ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് UDFന്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നെ എടുക്കണോ വേണ്ടെന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. ഇനി അടുത്ത ലക്ഷ്യം പാണക്കാടാണ്. അവിടെ കൂടി എത്തി സോപ്പിട്ടിട്ടുണ്ടെങ്കിൽ ലീഗ് വഴിയുള്ള UDF പ്രവേശനത്തിന്റെ ആദ്യഘട്ടം സെറ്റ്. ആദ്യം LDF പുറത്തു കടന്നു നോക്കി. പിന്നെ UDFന്റെ മുന്നിൽ കുറെ ഉപാധികൾ വെച്ചു. അത് കഴിഞ്ഞിട്ട് സാമുദായിക നേതാക്കളടക്കം പലരുടെയും വാതിലും മുട്ടി നോക്കി. ഒന്നും അങ്ങോട്ട് ഏറ്റില്ല. അവസാനം 18ാമത്തെ അടവ് അങ്ങോട്ട് പുറത്തെടുത്തു. ഇനി ഒരു കണ്ടീഷനും ഇല്ല, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അൻവറേട്ടനെ UDFിൽ പ്രവേശിപ്പിക്കണം. എനിക്ക് ഒരു ഉപാധിയില്ല. UDFനോടൊപ്പം നിന്നിട്ട് എന്താണ് ഒരു വ്യക്തി എന്ന നിലക്ക് എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളെയും കൂട്ടിയിട്ട് UDFനോടൊപ്പം നിന്ന് പിണറായി ഗവൺമെന്റിന്റെ 140 സീറ്റിൽ 10 സീറ്റിൽ അവർ ഒതുക്കാൻ പറ്റുമോ നോക്കൂ. എന്തായാലും അൻവറേട്ടൻ കാര്യങ്ങളൊക്കെ ഇത്ര ഫാസ്റ്റ് ആക്കാൻ കാരണം സർക്കാർ തന്നെയാണെന്നാണ് പൊതുവെ ഉള്ളൊരു ടോക്ക്. പാവ അൻവറേട്ടനെ ജയിലിൽ വെച്ച് പീഡിപ്പിച്ചില്ലേ, ആ മനസ്സ് എന്തോരം വേദനിച്ചു കാണും. ജയിലിലെ കാര്യമൊക്കെ വളരെ മോശമായിരുന്നു.
ഒരു MLA എന്ന നിലക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല. ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല, കാരണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമല്ല എനിക്ക് കൊടുത്തു തന്നിട്ടുള്ളത്. ഇപ്പൊ 10 ദിവസം ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ജീവിക്കല്ലോ. അൻവറേട്ടൻ എന്തുട്ടാണ് പറയണത്? MLA എന്നുള്ള പരിഗണന ഒന്നും ജയിലിൽ നിന്ന് കിട്ടില്ലേട്ടാ. പിന്നെ കിട്ടും നിങ്ങൾ അടുത്ത പക്ഷത്തായിരുന്നെങ്കിൽ. ഇതിപ്പോ അതല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ കോമ്രേഡ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ദയും ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇതൊക്കെ അങ്ങ് കഴിയുന്നു. അപ്പോ നമുക്ക് തമ്മിലൊന്ന് കാണണം. ഓ പിന്നെന്താ, കണ്ടു കളയാലോ. അങ്ങനെ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രമെടുത്ത് പിണറായി സർക്കാരിനെ വീഴ്ത്താൻ UDF-ലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കാണ് നമ്മുടെ അൻവറേട്ടൻ. UDF-ന്റെ വാതായനങ്ങൾ അപ്പ തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പന്നെ ഓടിച്ചെല്ലാൻ വേണ്ടി UDF-ലെ ഓർമ്മകളായി ഇവർക്ക് ഇങ്ങനെ കണ്ണു നട്ട് കാത്തിരിക്കാണ് PV അൻവർ MLA. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി. അൻവറേട്ടനെ സ്വീകരിക്കുന്ന കാര്യത്തില് കോൺഗ്രസിനകത്തുണ്ടായിരുന്ന കൺഫ്യൂഷനിൽ ഏറെക്കുറെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അൻവറേട്ടൻ ഇനി UDF-ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കോമ്രേഡ്സിന് എന്നും തലവേദനയായിരിക്കും. സാരില്ല സഖാക്കളെ, ഭയം വേണ്ട, ജാഗ്രത മതി. PV അൻവറിനെ നോട്ടിട്ട പോലെ മറ്റൊരു കോമ്രേഡിനെ നമ്മുടെ കോൺഗ്രസ് നേതാക്കളും ജിമാരും നോട്ടിട്ടിട്ടു. ആരാണ് അയാൾ? തിരക്കൊന്നും കൂട്ടരുത്. ആ കോമ്രേഡ് പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന തിരക്കിലാണ്. പറയേണ്ടത് പറയാൻ അറിയാത്തവർ പാർട്ടിയെ നയിക്കാൻ പാടില്ല. പാർട്ടി ബോധമുള്ളവരൊക്കെ രക്തസാക്ഷികളാവും. ഒന്നും പറ്റില്ല. അപ്പൊ ഉൾപാർട്ടി ജനാധിപത്യം, നല്ല ചർച്ച നടക്കണം ഇതിനകത്ത്. ചർച്ച നടക്കണം. പാർട്ടിനെ നയിക്കുന്ന ആള് ശരിയല്ല, ഇവിടെ ഏകാധിപത്യാണെന്നൊക്കെ സുധാകരൻ സഖാവ് വിമർശിക്കാൻ തുടങ്ങിയതും മൂപ്പര് പാർട്ടിയുടെ കണ്ണിലെ കരടായി. പിന്നല്ലാണ്ട് തോന്നും പോലെ അഭിപ്രായം പറയാനേ ഇത് കോൺഗ്രസ് പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റാ, കമ്മ്യൂണിസ്റ്റ്. 1000 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണ് 1000 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത്. ദിദ് മതി. ജി സുധാകരനെ വാഴ്ത്തപ്പെട്ടവനാക്കാൻ ബാക്കിയുള്ളവർക്കൊക്കെ ദിദ് മതി. ആലപ്പുഴ ജില്ലയിൽ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവ് മന്ത്രിയായിരിക്കുമ്പോഴും ജനപ്രതിനിധി ആയിരിക്കുമ്പോഴും എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് ഞങ്ങൾ സത്യത്തെ നിഷേധിക്കാറില്ല. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. എത്രയോ ഉദാത്തമായ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട്. പക്ഷെ അഴിമതി നടത്താത്ത ഒരു മന്ത്രിയായിരുന്നു ജി സുധാകരൻ. കണ്ടിട്ടുണ്ട്. ജിമാര് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളും മൂപ്പര് വാഴ്ത്തിപ്പാടാൻ മുന്നോട്ട് നിൽക്കല്ലേ. വാഴ്ത്തിപ്പാടലൊക്കെ എന്ത്, പുള്ളിക്ക് ചെറിയൊരു അസുഖം വന്നാ പോലും മുന്നിൽ നിൽക്കണത് ആരാ? കോൺഗ്രസ് നേതാക്കള്. ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. രാഷ്ട്രീയമായിട്ട് എതിർപ്പ് ഉണ്ടെങ്കിലും സൗഹൃദമുണ്ട്. അപ്പൊ ഇന്നൊന്ന് അദ്ദേഹത്തെ കാണാൻ വന്നു, അത്രേ ഉള്ളൂ. സൗഹൃദം പങ്കുവെക്കാനും വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് ആനന്ദ ദുന്ദുബി അടിക്കാനും സുധാകരൻ സഖാവിന്റെ ചുറ്റും എന്തോരം ആൾക്കാരാ. പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെ പറ്റി പറയേണ്ടി വരുന്നു. അതെന്റെ ഒരു എന്താ പറയുന്നത് നേട്ടമെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്നതിന് അർത്ഥത്തോട് വേറെ അർത്ഥമൊന്നുമില്ല. നോക്കിയിരുന്നോ, ഇപ്പൊ വരാന്നുള്ളൊരു ധ്വനിയാണോ അത്? എന്തായാലും സാഹചര്യം മുതലെടുക്കാൻ പലരും പല രൂപത്തിലും പല ഭാവത്തിലും അവതരിക്കുന്നുണ്ട്. ദേശപ്പകർച്ചയുടെ ക്ലൈമാക്സ് എന്താവുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം.